ആദ്യം ശ്രീ വിനയൻ, അമ്മയുടെ നിലപാട് വൈകിയാണെങ്കിലും എത്തിയിരിക്കുകയാണ്. അമ്മയ്ക്ക് എന്ത് നിലപാട് എന്ന് കഴിഞ്ഞ 5 ദിവസമായി ചോദിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇന്നത്തെ നിലപാടിനെ ടാക്ടിക്കലായ ഒന്ന് എന്ന് വിശേഷിപ്പിക്കാൻ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. താങ്കളുടെ നിലപാട് എങ്ങനെയാണ്? അല്ല, അങ്ങനെ നമ്മളതിനെ ഒരു നെഗറ്റീവ് ലൈനിൽ കൂടി കാണണ്ട. എനിവേ അമ്മ ഈ റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുകയും ഇതിന് അന്വേഷണം വേണമെന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഇന്നലെ തന്നെ എൻ്റെ സുഹൃത്തുകൂടിയായ ജയൻ ഇന്നലെ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഇത് പിന്നെ ഒരു മറുപടി ഇതിനകം പറയാൻ തന്നെ ശരിയായില്ല എന്ന് പറയുകയുണ്ടായി. ജഗദീഷ് കുറച്ചുകൂടി അതിനെപ്പറ്റി കുറച്ചുകൂടി നല്ല രീതിയിൽ, അതായത് ഈ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഈച്ച് ആൻഡ് എവരിതിങ് അത് അന്വേഷണ വിധേയമാക്കേണ്ടതാണെന്ന് പറഞ്ഞു. അപ്പം നമുക്കിനിയും ഇത് ഇപ്പൊ കോടതിയിലാണ്, നമുക്ക് കാണാം. എന്ന് മാത്രമല്ല, ഞാൻ പറയുന്നത് എന്താണെങ്കിലും ഇത് ഇങ്ങനൊരു ഒരു ഒരു ചർച്ച ഉണ്ടാക്കിയത് WCC എന്ന് പറഞ്ഞ സംഘടനയാണ്. അതിനവരെ നമ്മൾ അഭിനന്ദിച്ചേ പറ്റത്തില്ല, വേറെ ആരുമല്ല ഇതിന്റെ പുറകെ പോയത്. പക്ഷേ ഈ ഇഷ്യൂ യഥാർത്ഥത്തില് ഉണ്ടായത് നമ്മുടെ ഒരു പ്രൊഡക്ഷന്റെ യാത്രാമധ്യേ ഒരു നമ്മുടെ മലയാളത്തിലെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നടി, ആ കുട്ടിക്ക് ഉണ്ടായ ഒരു അതിക്രമവും അത് നമ്മള് ലോകത്തെങ്ങും കേട്ടിട്ടില്ല എന്ന് നമ്മൾ വേണേ പറയാമോ. കൊട്ടേഷൻ കൊടുത്ത ഒരാക്രമണമായിരുന്നെന്ന് വന്നതുമാണല്ലോ ഈ സിനിമാക്കാർക്ക് നേരെ ഇത്ര മലീമസമായിട്ടുള്ള ഒരു ആരോപണമൊക്കെ വരാൻ കാര്യം. അല്ലെങ്കിൽ ഇത്തരം കേസുകളൊക്കെ എല്ലാ മേഖലയിലും ഇത്തരം പീഡനങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിന് കേസെടുക്കും, കേസ് ജെനുവിനാണെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യും. അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ആ നടിയെ ആക്രമിച്ചതിന് മുമ്പും പിമ്പും എന്നൊരു അവസ്ഥ മലയാളത്തിൽ വന്നുപോയി. കാരണം അതിനുശേഷം സിനിമയിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നുള്ള ഒരു ഞെട്ടലുളവാക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ജനങ്ങൾക്കിടയിൽ. അവിടുന്നാണ് WCCയുടെ പിന്നെ കുറെ പെൺകുട്ടികളുടെ സ്ത്രീകളുടെ ഇടപെടലിലാണ് ഈ കമ്മിറ്റി ഉണ്ടായത്, അതിന്റെ റിപ്പോർട്ട് വന്നത്. എനിവേ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ തന്നെ ഇതിനകത്ത് സർക്കാരിനാണ് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നതെന്നാണ് എന്റെ അഭിപ്രായം. ഈ സംഘടനകളൊക്കെ പ്രൈവറ്റ് സംഘടനകളാണ്. സർക്കാരാണ് ഇക്കാര്യത്തിൽ ഡിസിഷൻ എടുക്കേണ്ടത്. അത് ഇപ്പൊ തന്നെ സർക്കാർ പറയുന്നു ഇരകളുടെ കൂടാണ്. സത്യമാണ്, ഇങ്ങനൊരു കേസ് ഇങ്ങനൊരു കമ്മിറ്റിയെ വെച്ചു എന്നുള്ളത് ഒന്നും മോശമായ കാര്യമല്ല. മറ്റേ നടിയാക്രമിച്ച കേസിലും നല്ല നടപടി ഉണ്ടായി. പക്ഷെ തുടരുന്നതിൽ ഇപ്പൊ സർക്കാർ അറിയാതാണ് ഇത്രയും പേജുകൾ മാറ്റിയെന്നൊക്കെ ഇപ്പം ഇങ്ങനെ നിങ്ങളുടെ ന്യൂസിൽ കണ്ടു. അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് അന്വേഷിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ശ്രീ വിനയൻ, ഇപ്പോൾ ഇത് ഈ കേസ് എടുക്കണോ ഇല്ലയോ എന്നുള്ളത് വലിയ ചർച്ചയായി തന്നെ നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ സിനിമയിലെ ഈ പവർ ഗ്രൂപ്പിന്റെ കാര്യമാണ്. ഇപ്പോൾ 4.5 വർഷം മുൻപ് പഠിച്ച ഒരു കാര്യത്തിലാണ് റിപ്പോർട്ട് നൽകിയത് ഹേമ കമ്മിറ്റി അന്നാണല്ലോ റിപ്പോർട്ട് നൽകിയത്. 4.5 വർഷം മുൻപ് 2017 മുതൽ 2019 വരെ പഠനം നടത്തി. അപ്പോൾ ആ പവർ ഗ്രൂപ്പിനെ ഈ അമ്മയ്ക്ക് അറിയില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്കാർക്കും അറിയില്ല എന്ന് പറഞ്ഞൊഴിയുകയാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറി ചെയ്യുന്നത്. അങ്ങനെയല്ലല്ലോ അതിന്റെ കാര്യം. താങ്കൾ നേരിട്ട് അനുഭവസ്ഥനാണ് ഇതിൽ. ഈ 2006, 7, 8 കാലഘട്ടത്തിലൊക്കെ ഇതിന്റെ ഒരു മൂർത്തിബൽ ഭാവമായിരുന്നുവല്ലോ ഉണ്ടായിരുന്നത് ഈ പവർ ഗ്രൂപ്പിന്റെയൊക്കെ. അപ്പോൾ അതേ കാര്യങ്ങൾ തന്നെ താങ്കൾ എന്താണോ ഈ കോമ്പറ്റീഷൻ കമ്മിറ്റി മുൻപാകെ പോയി നേടിയെടുത്തത് താങ്കൾക്ക് അനുകൂലമായി, അതേ കാര്യങ്ങൾ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒന്നിലേറെ മൊഴികൾ അതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോഴും കണ്ണടച്ചിരുട്ടാക്കുകയല്ലേ ഈ സിനിമാ സംഘടനകൾ ചെയ്യുന്നതും അതിന് സർക്കാർ കൂട്ടുനിൽക്കുകയും ചെയ്യുന്നത്? മനുഷ്യ, ഈ മലയാള സിനിമയിൽ, ഇന്ത്യൻ സിനിമയിൽ തന്നെ ആദ്യമാണെന്ന് തോന്നുന്നു ഒരാള് ഇങ്ങനെ തനിക്കെതിരെ സിനിമയിൽ തൊഴിൽ വിലക്ക് നടക്കുന്നു എന്നും പറഞ്ഞ് ഞാൻ കോമ്പറ്റീഷൻ കമ്മീഷനിൽ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഞാൻ കോമ്പറ്റീഷൻ കമ്മീഷനിൽ പോവുകയും 5 വർഷത്തോളം അതിന് കേസ് നടത്തുകയും കോമ്പറ്റീഷൻ കമ്മീഷനിൽ നിന്ന് ഇവര് അന്ന് എന്നെ വിലക്കാനായിട്ടെടുത്ത ഒരു തന്ത്രങ്ങളും മൈക്രോ ഫെഡറേഷൻ എന്ന് പറയുന്ന കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി സംഘടന, ഒരു ട്രേഡ് യൂണിയൻ, ആ ട്രേഡ് യൂണിയൻ ഉണ്ടാകുകയും അത് ആദ്യമായിട്ട് അന്ന് 150 രൂപ ശമ്പളം ഉണ്ടായിരുന്ന ഡ്രൈവർമാർക്ക് 300 രൂപയാക്കണമെന്നും പറഞ്ഞ് ഞങ്ങൾ സമരം ചെയ്യുകയും അതിൽ വിജയിക്കുകയും ഒക്കെ ചെയ്തോടി നോട്ടപ്പുള്ളിയായ ഒരാൾ ഒരു സംഘടനയൊക്കെ ആയിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ താരങ്ങളുടെ എഗ്രിമെന്റ് 2004, അതിനു മുമ്പ് തന്നെ താരങ്ങളുടെ ഒരു എഗ്രിമെന്റ് വേണ്ടെന്ന് അവർ പറയുകയും ഒരു എഗ്രിമെന്റ് വേണമെന്ന് ഉള്ളിടത്ത് പ്രൊഡ്യൂസേഴ്സും ചേംബറും പറയുകയും ഞാൻ അതിനോടൊപ്പം നിൽക്കുകയും
താരസംഘടന സമരം കണക്കൊരു ഒരു 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 ഇതില് അവർ നേരെ എല്ലാവരും വിദേശത്തേക്ക് പരിപാടി നടത്താൻ പോകുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പൊ ഈ പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞ പ്രകാരം പൃഥ്വിരാജ് ഉൾപ്പെടെ ഈ പറയുന്ന എഗ്രിമെന്റ് വേണമെന്ന് പറഞ്ഞ തിലകൻ ചേട്ടൻ ഉൾപ്പെടെ കുറച്ചു പേരെ വെച്ചുകൊണ്ട് ഞാൻ സത്യം എന്നൊരു പടം ചെയ്യുകയും അങ്ങനെ അവരുടെ ആ ഒരു 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 സമരം എന്ന് തന്നെ പറയാം, ആ ഒരു സമരം പൊളിഞ്ഞു പോവുകയും അങ്ങനെ എഗ്രിമെന്റ് ഇന്നിരുന്ന എഗ്രിമെന്റ് അങ്ങനെ ഉണ്ടായതാണ്. ഇന്നത്തെ പുതിയ തലമുറയിൽ എത്ര പേർക്ക് അറിയാമെന്ന് അറിയില്ല. അതിന്റെയൊക്കെ ഒരു ബാധ്യപത്രം എന്നുള്ള നിലയ്ക്കാണ് ദിലീപ് ഒരു ഇഷ്യൂ ഉണ്ടാക്കിയപ്പോൾ ഒരു നിർമ്മാതാവിൽ നിന്നും 40 ലക്ഷം രൂപ ഒരുമിച്ച് മേടിച്ചിട്ട് അതിൽ അഭിനയിക്കാവുന്ന എഗ്രിമെന്റ് ഇടുകയും അതിന്റെ ഡയറക്ടർ തുളസീദാസ് ആണെന്നും അതിന്റെ നിർമ്മാതാവ് ഉള്ളാട്ടിലാണെന്നും പറഞ്ഞൊരു ക്ലീൻ എഗ്രിമെന്റ് ഉണ്ട്. ഞാൻ മാക്ട ഫെഡറേഷൻ ജനറൽ സെക്രട്ടറിയാണ്. ആ എഗ്രിമെന്റും പ്രകാരം വന്നിട്ട് പിന്നെ ആ പടം ചെയ്യാൻ അദ്ദേഹം വിസമ്മതിക്കുകയും ഈ തുളസീദാസ് ഒരു കംപ്ലൈന്റുമായിട്ട് വരികയും അതിനകത്ത് ജെനുവിനിറ്റി ഉണ്ട് എന്ന് പറയുകയും ചെയ്തപ്പോഴാണ് എന്റെ കൂടെ 10ഓളം പടങ്ങൾ ചെയ്ത ദിലീപ് അങ്ങനെ എന്നെ നിയമം പഠിപ്പിക്കാമെന്ന വിനയൻ ഇവിടെ വേണ്ട എന്നുള്ള തീരുമാനം അന്ന് അദ്ദേഹത്തിൻ്റെയിലാണ് മലയാള സിനിമ. അങ്ങനെയാണ് ഈ മാക്ട ഫെഡറേഷൻ ഒറ്റ രാത്രി കൊണ്ട് തകരുന്നതും സൂപ്പർ താരങ്ങൾക്കൊക്കെ തോന്നി ആ ഒരു സംഘടന ഞങ്ങൾക്കെതിരാണ്. അവർ തന്നെ സ്പോൺസർ ചെയ്ത് ചരിത്രത്തിലുണ്ട്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഒക്കെ ഇവരുടെയൊക്കെ ഫണ്ടായിരുന്നു അതിന്റെ തുടക്കത്തിൽ കൊടുത്തിരുന്നത്. അപ്പൊ അങ്ങനെ അതൊരു സിനിമയിലെ രാഷ്ട്രീയമായിരുന്നു അത്. അപ്പൊ പക്ഷേ അത്തരം ഒരു നിലപാട് വന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലായിരുന്നു. നിങ്ങൾക്കറിയാം, ഞാൻ ഒരൊറ്റയ്ക്കൊരു ഭാഗത്തും മലയാള സിനിമയിലെ ഈ എന്റെ ഭാഷയിൽ പറഞ്ഞാൽ വരേണ്യ വർഗം എന്ന് പറയുന്ന ഒരു ഭാഗം മുഴുവൻ അപ്പുറത്തും. അപ്പൊ എന്റെ ഒരു വാക്ക് പോലും കേൾക്കാൻ ആരും തയ്യാറല്ല എന്ന് മാത്രമല്ല എന്റെ കൂടെ നിന്നു. അതിനു മുമ്പ് തന്നെ തിലകൻ ചേട്ടനെ ഇവർക്ക് നോട്ടപ്പുള്ളിയായിരുന്നു. തിലകൻ ചേട്ടനെ വിലക്കി അത്തരം ഇഷ്യൂവിൽ നിക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോഴാണ് ഞാൻ കോമ്പറ്റീഷൻ കമ്മീഷൻ എന്ന് പറയുന്ന എന്നോടൊരു അഡ്വക്കേറ്റ് ഹർഷദ് ഹമീദ് എന്ന് പറയുന്ന ആലുവക്കാരനായ ഒരു ചെറുപ്പക്കാരനാണ് എന്നെ വിളിച്ചു പറഞ്ഞത്, സാർ ഇത് നിങ്ങൾ പരാജയപ്പെടരുത്, ഇതിനൊരു വകുപ്പുണ്ട് ഈ കോമ്പറ്റീഷൻ കമ്മീഷൻ. അന്നാണ് ഞാൻ കേൾക്കുന്നത് തന്നെ അങ്ങനെ ഒരു സംഭവത്തെ പറ്റി. അവിടെ ഈ ഡോമിനേറ്റഡ് ആയിട്ടുള്ള പവർ വെച്ചിട്ട് ഒരാളെ തകർക്കുന്നതിനെതിരെയൊക്കെ കേസ് കൊടുക്കാൻ പറ്റുമെന്ന് പറയുന്നതും ഞാൻ അങ്ങനെ അതിനുവേണ്ടി മുന്നോട്ട് പോകുന്നതും ഒക്കെ അതൊരു ചരിത്ര സത്യമാണ്. അന്ന് ഈ പറയുന്ന അമ്മ സംഘടനയ്ക്ക് 4 lakh സംതിങ് ഫെഫ്റ്റയ്ക്ക് ഏതാണ്ട് അവരുടെ ഇൻകം ടാക്സ് കൊടുക്കുന്നതിന്റെ പെർസെന്റേജ് വെച്ചിട്ട് അതിന്റെ ഫൈനും തോന്നുന്നു. ബി ഉണ്ണികൃഷ്ണൻ, സിബി മലയിലിന്, ഇടവേള ബാബുവിന്, ഇന്നസെന്റ് ചേട്ടനൊക്കെ വന്നതാണ്. പക്ഷെ അന്ന് ഇതൊന്നും ഒരു ന്യൂസായില്ല. ഇങ്ങനെ ചില സംഭവങ്ങൾ നടന്നു, അത് ജസ്റ്റ് പറഞ്ഞു പോയി അന്ന് പത്രങ്ങളിൽ, അത്രേ ഉള്ളൂ. അപ്പൊ ഇതൊരു സുപ്രീം കോടതിയിൽ എന്നിട്ട് അവർ വലിയ അഡ്വക്കേറ്റിനെ വെച്ചിട്ട് അവര് അതിനെതിരെ അപ്പീൽ കൊടുത്തു. ഈ ഹർഷദ് ഹമീദ് തന്നെയാണ് എനിക്ക് വേണ്ടിയിട്ട്, അദ്ദേഹം ഇന്ന് നമ്മുടെ കേരള സ്റ്റേറ്റിന്റെ സുപ്രീം കോടതിയിലെ കൗൺസിലാന്ന് തോന്നുന്നു, അദ്ദേഹം തന്നെയാണ് എനിക്ക് വേണ്ടി വാദിച്ചത്. അവിടെ സുപ്രീം കോടതിയിലും അത് തള്ളി. അപ്പോ ഒരു ഭയങ്കര നമ്മൾ ഈ മാഫിയ സംഘം എന്നൊക്കെ ഇങ്ങനെ ആലങ്കാരികമായിട്ട് പറയുന്നതാണ്. അതിന്റെ കാരണം എന്താണ്? ഒരു മാഫിയ പ്രവർത്തനം, ഒരാളെ ഇല്ലാതാക്കാൻ വേണ്ടി എനിക്കെതിരെ എന്തൊരു പ്രചണ്ഡമായ പ്രകടനം ഇതായിരുന്നു നടന്നത്. ഇവര് അന്ന് ഈ ഓർക്കുഡ് എന്നും പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു നമ്മുടെ ആ ഓർക്കുഡിൽ ഈ ഫാൻസ് അസോസിയേഷൻകാർ ബി ഹേറ്റ് വിനയൻ എന്നും പറഞ്ഞ് പേജുകൾ എത്രയുണ്ടായിരുന്നറിയോ? എനിക്കെതിരെ ഒരു പത്രസമ്മേളനം നടത്തിയാൽ 20,000 50,000 കൊടുക്കാൻ തയ്യാറായിട്ട് ഇവർ നടക്കുമായിരുന്നു അപ്പുറത്തുനിന്ന്. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരാളെ ഇല്ലാതാക്കി എന്നുള്ളതിന്റെ പൂർണ്ണമായ തെളിവ് കോമ്പറ്റീഷൻ കമ്മീഷൻ കൊടുക്കാൻ പറ്റി. മധുസാറിനെ പോലുള്ളവർ വ്യക്തമായ മൊഴി കൊടുത്തു. അദ്ദേഹം അമ്മയുടെ ആദ്യത്തെ പ്രസിഡന്റാണ്. അദ്ദേഹമാണ് മൊഴി കൊടുത്തത്. എന്റെ അടുത്ത് ഇങ്ങനെ വിനയന്റെ പടത്തിൽ നിന്ന് അഡ്വാൻസ് മേടിച്ചു കഴിഞ്ഞപ്പം അതിൽ അഭിനയിക്കില്ലെന്നും പറഞ്ഞ് എന്റെ അടുത്ത് ഒരു ആൾക്കാർ വന്ന് പറഞ്ഞെന്നും അത് ഞാൻ അവസാനം വിനയനെ വിളിച്ചോ പറഞ്ഞു, സാറ് ടെൻഷൻ അടിക്കേണ്ട, തിരിച്ചു തന്നേക്ക്. ഞാൻ ചാരിഹാസനെയാണ് പിന്നെ ആ പടത്തിൽ അദ്ദേഹത്തിന്റെ റോള് ഇട്ടത്. അപ്പൊ അത് നമ്മുടെ ഈ വൈറ്റിലയിൽ ഇൻകം ടാക്സ് ഓഫീസിന് മുകളിൽ ഈ കോമ്പറ്റീഷൻ കമ്മീഷന്റെ IPS ഓഫീസർമാർ അവിടെ ഒരു കോടതി ഉണ്ടാക്കി. ആ കോടതിയിലാണ് വിസ്തരിച്ചത്. ഈ മധുസാറൊക്കെ വന്ന് മൊഴി കൊടുത്തത്. പല താരങ്ങളും വന്ന് മൊഴി കൊടുത്തു. അവരോട് പറഞ്ഞിട്ടുണ്ട് വിനയന്റെ പടത്തിൽ അഭിനയിക്കില്ല. പല പ്രൊഡ്യൂസർമാരും മൊഴി കൊടുത്തു, ഞങ്ങൾ അഡ്വാൻസ് തിരിച്ചു മേടിച്ചു. പക്ഷെ അന്ന് നിങ്ങൾ ചാനലുകാരും വന്ന് ഷൂട്ട് ചെയ്യുകയോ, എനിക്കൊന്നും അത്രയും ചാനലിന്റെ പ്രസക്തി ഇല്ലായിരുന്നു തോന്നുന്നു, ഷൂട്ട് ചെയ്യുകയോ ഒരു വലിയ ന്യൂസ് ഒന്നും ആവുകയോ ചെയ്തില്ല. ഞാൻ പറഞ്ഞു വന്നത്, അപ്പം എതിരെ വിരൽ ചൂണ്ടിയാൽ ആ കൈവിരൽ വെച്ചേക്കത്തില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ഒരു മനുഷ്യന്റെ സ്വഭാവത്തിലും മനസ്സിൽ വന്നുകൂടിയാൽ ഇതിന്റെ അപ്പുറത്തേക്കും ഉണ്ടാകും. അതുകൊണ്ട് എന്റെ ഇപ്പോഴത്തെ നമ്മളെല്ലാം പോസിറ്റീവായിട്ട് കാണണമല്ലോ. ഈ ഒരു ചർച്ചയിലൂടെ ഈ ഇപ്പോഴത്തെ ഹേമ കമ്മീഷന്റെ റിപ്പോർട്ടിലൂടെയൊക്കെ വന്നിട്ട് ഇതൊരു ഇനിയുള്ള കാലത്തെങ്കിലും പോസിറ്റീവായിട്ട് ഈ WCC എന്ന് പറയുന്ന ആ ഒരു സംഘടനയിലൂടെ സ്ത്രീകൾക്ക് കൂടുതൽ അവരുടെ അവകാശങ്ങൾക്കും അവർക്കൊരു വോയിസും ഉണ്ടായിക്കൊണ്ട് മുന്നോട്ട് പോട്ടെ. അതിന് അമ്മയും
ഫെഫ്കയും ഒക്കെ സഹായിക്കട്ടെ എന്നാണ് എനിക്ക് പക്ഷേ പറയാനുള്ളത്. ശ്രീ വിനയൻ, ഇക്കാര്യത്തിൽ ഈ മൊഴി കൊടുത്ത ആളുകൾക്ക് നീതി കിട്ടണമല്ലോ. അതൊരു പരാതിയായിട്ട് അവർക്ക് കൊടുക്കുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും, സ്വാഭാവികമാണല്ലോ ആ കാര്യം. പക്ഷേ പരാതി വേണം എന്ന് നിർബന്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും സർക്കാർ. അതിനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ അമ്മ ഇന്ന് നിലപാട് വ്യക്തമാക്കിയപ്പോഴും പരാതിയില്ലാതെ തന്നെ ഇവർക്ക് നീതി കിട്ടണം എന്ന കാര്യം അമ്മയുടെ ജനറൽ സെക്രട്ടറി പറയുന്നില്ല. സർക്കാർ എന്ത് ചെയ്യുന്നുവോ അതിനോടൊപ്പം ഞങ്ങളുണ്ട് എന്ന രീതിയിലുള്ള പ്രതികരണമാണ് വന്നിരിക്കുന്നത്. ജഗദീഷാണ് അതിൽ വ്യത്യസ്തമായ രീതിയിൽ പ്രതികരിച്ചത്. അപ്പോൾ അമ്മയിൽ ഇത് ഇന്ന് വന്ന് ഇക്കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും അത് സ്വന്തം മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി എവിടെ പോയി നിങ്ങൾ, എന്താണ് നിങ്ങളുടെ നിലപാട് എന്ന് ചോദിച്ചുകൊണ്ടേ ഇരുന്നത് കൊണ്ട് ഒരു നിലപാട് പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. അതിനപ്പുറം നമുക്ക് എന്തെങ്കിലും ചിന്തിക്കണോ താങ്കൾ ഇത്രമാത്രം പോസിറ്റീവായിട്ട് പറയുമ്പോഴും? അല്ല, ഞാൻ പറഞ്ഞത് അത് സർക്കാരിന് പലതും ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഉറപ്പാണ്. അത് സർക്കാർ തീരുമാനിക്കണം. സർക്കാരിന്റെ മുന്നിൽ വലിയ ആൾക്കാരെന്നോ ഇപ്പം ലോകത്തെ എത്രാമത്തെ ശക്തിയായിട്ട് അദാനി മാറി എന്നൊക്കെ പറഞ്ഞാൽ അദാനി എത്ര രൂപ നമുക്ക് നികുതി തരുന്നവനാണെങ്കിലും, അല്ലെ അദാനി എന്ത് നമ്മുടെ സാമ്പത്തിക ഉന്നമനത്തിന് എന്ത് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണേലും അദാനിയുടെ നിന്ന് തെറ്റു വന്നാൽ ഇവിടെ നിയമ നടപടി ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞ പോലെ ഇപ്പോ ഇവരൊക്കെ എത്ര വലിയ ആൾക്കാരാണെങ്കിലും, എത്ര വലിയ സാമ്പത്തിക മൂലധനം ഉള്ളവരാണേലും ഇവരെയൊക്കെ നിയമത്തിന്റെ മുന്നിൽ നേരെ നിർത്തിക്കൊണ്ടൊരു അച്ചടക്കം ഉണ്ടാക്കാനായിട്ട് സാധിക്കണം. ഞാനിത് പറയാൻ കാര്യം ഇത് ഇന്നൊന്നും ഇന്നലെ അല്ല. ഞാൻ ഏതാണ്ട് 2008 2009 ഒക്കെ ആയിട്ട് അന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പരാതിയുമായിട്ട് പോകുന്ന സമയത്ത് അന്ന് ബഹുമാനനായ MA ബേബി ആയിരുന്നു സാംസ്കാരിക വകുപ്പ് മന്ത്രി. അദ്ദേഹത്തെ കണ്ടിരുന്നു തിലകഞ്ചേരന്റെ ഇഷ്യൂലൊക്കെ. ഞാൻ പറഞ്ഞത് ഈ പറയുന്ന ഇതിന് ഒരു രജിസ്ട്രേഷനും സെൻസറിങ്ങിനും ഒക്കെ ആയിട്ട് നമ്മൾ ഒരു സർക്കാർ ഒരു നിലപാടെടുക്കണം. സർക്കാരിനൊരു ഒരു ഫ്രെയിം ഉണ്ടായിരിക്കണം. അന്ന് ഈ പ്രൈവറ്റ് സംഘടനകളുടെ എന്റെ പടം ഈ വിലക്കിനെ നിഷേധിച്ചുകൊണ്ട് ഞാൻ സിനിമ ചെയ്തു, യക്ഷിയും ഞാനും പറഞ്ഞു സിനിമ തീർന്നപ്പം അത് സെൻസർ ചെയ്യലെന്നും പറഞ്ഞ് ഇഷ്യൂ ഉണ്ടായി. അന്നത്തെ കാലത്ത് ഈ പ്രൊഡ്യൂസേഴ്സിന്റെ ഒരു ലെറ്റർ വേണം, ഫിലിം ചേംബറിന്റെ ലെറ്റർ വേണം സെൻസർ ചെയ്യണമെങ്കിൽ. ഞാൻ അതിനെതിരെ ഹൈക്കോടതിയിൽ പോയി. ഇത് പാടില്ല, ഇത് പ്രൈവറ്റ് ഫേംസ് ആണ്, സംഘടനയാണ്, ഇതിന്റെ തലപ്പത്തിരിക്കുന്നവർക്ക് എന്നോട് ഇഷ്ടക്കേടുണ്ടെങ്കിൽ അവർക്ക് തരാതിരിക്കാം. അങ്ങനെ ഹൈക്കോടതിയിൽ നിന്ന് ഞാൻ മേടിച്ചൊരു വിധിയുണ്ട്. ആ വിധി പകർപ്പ് വെച്ചിട്ട് ഇന്നും പല ചെറുപ്പക്കാരും എന്ത് ചെയ്യുന്നത് അത് മേടിച്ചുകൊണ്ട് പോയി സെൻസർ ചെയ്യാറുണ്ട്. അത് പ്രകാരം ഒരു സംഘടനയുടെയും കത്ത് വേണ്ട. ഞാൻ പറഞ്ഞു വന്നത് സർക്കാരിനൊരു ഇടപെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം. രജിസ്ട്രേഷൻ ഇന്ന പടം, ഏത് പടം തുടങ്ങണമെങ്കിലും അവിടെ അക്കാഡമിയിലോ KSFDC-യിലോ അവിടെ രജിസ്റ്റർ ചെയ്യണം. അതിന്റെ രേഖകൾ ഉണ്ടാകണം. അതിന് ഇന്നതായിരിക്കും ഡയറക്ടർ, ഇന്ന പ്രൊഡ്യൂസർ, ഇന്നൊരു താരങ്ങള്. ഇങ്ങനെ ഒരു രേഖ ഉണ്ടാക്കുന്നതിന് എന്താ പാട്? ഒരു വർഷം 250-300 പടവല്ലേ ഇവിടെ ഉണ്ടാകുന്നുള്ളൂ, പരമാവധി വന്നാൽ പോലും. ഇവിടെ അതൊരു അതിനൊരു ഓഫീസ് ഉണ്ടാക്കുകയും അതിന് ആ രേഖകളും. അപ്പൊ അവിടെ ഒരു അച്ചടക്കലംഘനം ഉണ്ടായാൽ, അവിടെ ഒരു ആരോപണം ഉണ്ടായാൽ അത് സർക്കാരിന് ഇടപെടാൻ പറ്റും. അങ്ങനെ സർക്കാർ ഇക്കാര്യത്തിൽ വളരെ നിശ്ചിതമായിട്ടുള്ള ഒരു വിമർശന ബുദ്ധി ഇത്രയും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, അങ്ങനെ ഒരു നീക്കം എടുക്കണം. ഇപ്പൊ കോടതിയിലാണ്. കോടതി തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള ഒരു നടപടിയിലോട്ട് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം കൂടി ശ്രീ വിനയൻ, ഇപ്പോൾ കുറച്ചേറെ നടിമാർ ഇങ്ങനെ ഒരു പരസ്യമായ നിലപാടുമായിട്ട് വരുന്നുണ്ട്. ഇന്നും ഇന്നലെയുമായിട്ട് ഇത്തരത്തിലുള്ള പരസ്യ പ്രതികരണങ്ങൾ വരുന്നുണ്ട് തങ്ങൾക്ക് നേരിട്ട മോശം അനുഭവങ്ങളെ കുറിച്ച്. അപ്പോൾ ഇതൊക്കെ പൊതുസമൂഹത്തിന് മുന്നിൽ വന്നിട്ടും സർക്കാർ പഠിച്ചു നിൽക്കുകയാണല്ലോ. കമ്മിറ്റിക്ക് മുൻപാകെ പരാതി വന്നിട്ട് പോലും 4.5 വർഷം അത് പൂഴ്ത്തിവെച്ചു. അത് കഴിഞ്ഞ് ഇനി പരാതി എഴുതി നൽകാൻ പറയുന്നു. അതുപോലെ തന്നെ ഇന്ന് അമ്മയുടെ ജനറൽ സെക്രട്ടറിയോട് ചോദിച്ചു, ഇപ്പോൾ അമ്മയ്ക്ക് മുന്നിൽ പരാതിയുമായി വരാൻ ഇവർക്ക് ധൈര്യമില്ലായിരുന്നു, അതുകൊണ്ടല്ലേ കമ്മിറ്റിക്ക് മുമ്പിൽ പരാതിയുമായി പോയതെന്ന്. മറുപടി ഇല്ലല്ലോ ഇക്കാര്യത്തിൽ. ഞങ്ങളുടെ കുട്ടികളാണ് ഇവരെല്ലാം എന്ന് പറയുന്നു എന്നല്ലാതെ അവരെ സംരക്ഷിക്കുന്നില്ലല്ലോ. പിന്നെ ഒരു കാര്യം കൂടി, ഇപ്പോൾ താങ്കൾ ദിലീപിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ്, ഈ റിപ്പോർട്ട് വന്ന സമയത്ത്, ഈ തെളിവെടുപ്പ് നടന്ന സമയവും എന്ന് പറയുന്നത് 2017-19 ആണെങ്കിലും അതിന് മുൻപുള്ള ഒരു 10 വർഷത്തെയെങ്കിലും കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടല്ലോ, തിലകന്റെ വിലക്കുൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ സമയത്തെ പവർ ഗ്രൂപ്പിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ലേ? ഇപ്പോൾ ഈ ദിലീപ് എന്ന ഒരു വലിയ പേര് അതിൽ നിന്ന് വെട്ടിമാറ്റപ്പെട്ടിട്ടുണ്ടല്ലോ ഇപ്പോൾ. പക്ഷേ ഈ റിപ്പോർട്ട് വന്ന സമയത്ത് ഈ 2006 മുതലെങ്കിലുമുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് അതിൽ ദിലീപും ഉൾപ്പെട്ടിട്ടുണ്ടാവണം ഈ പവർ ഗ്രൂപ്പിൽ. അതെ, ഈ പവർ ഗ്രൂപ്പ് എന്ന് നമ്മൾ പറയുന്ന അതാത് കാലങ്ങളിൽ ഇൻഫ്ലുവൻസ് ഉള്ള താരമേധാവിത്വത്തിന്റെയും ഒക്കെ പേരിലായിരിക്കും പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, മധുസാർ എനിക്ക് ഡേറ്റ് തന്നപ്പം വിനയൻ ഞങ്ങളെയൊക്കെ എതിർക്കുന്ന ഒരാളാണ്, വിനയന്റെ ചിത്രത്തിൽ അഭിനയിക്കില്ലെന്ന് പറഞ്ഞ് അവിടെ വന്നതിന് ആൾക്കാർ ഇന്നവരാന്ന് മധുസാർ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് പ്രൊഡ്യൂസേഴ്സുണ്ട്, മറ്റേ ടെക്നീഷ്യന്മാരുടെ സംഘടനയുടെ നേതാവുണ്ട്, ഒക്കെ ഉണ്ട്.
ഞാൻ പറഞ്ഞത് അല്ലാതെ ഈ പവർ ഗ്രൂപ്പ് എന്നും പറഞ്ഞൊരു ഒരു പവർ ഗ്രൂപ്പിന് ഒരു സിനിമ ഇങ്ങനെ ഇന്ന സിനിമയിൽ ഇന്ന അഭിനയിക്കണമെന്നൊന്നും പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇന്ന ആളെ വേണേ ഒതുക്കാൻ പറ്റും. ഇന്ന ആളെ 10 പേര് അയാളെ സിനിമയിൽ ഇട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അയാളുടെ അടുത്ത് വരുമ്പോൾ ഇപ്പൊ ഞാൻ കൊണ്ടുവന്ന സിനിമയിൽ കൊണ്ടുവന്ന ചെറുപ്പക്കാരുടെ അടുത്ത് പോലും ചെല്ലുമ്പം സാർ അത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് സാർ, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് സാർ, അല്ലെ എനിക്ക് ഡേറ്റ് ഇല്ല സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് മാറ്റാൻ പറ്റും. അങ്ങനെ ഒരാളെ കൊണ്ട് സിനിമ ചെയ്യിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രം മെനയാൻ പറ്റും. ഈ തിലകൻ ചേട്ടന്റെ വിലക്ക് എന്ന് പറയുന്നത് അത് എനിക്ക് തോന്നുന്നത് ഭയങ്കര സങ്കടകരമായ ഒന്ന് തന്നെയാണ്. അദ്ദേഹം ഇതൊന്നുമില്ല, അദ്ദേഹത്തിന്റെ ശുണ്ടിത്തരം കൊണ്ട് അദ്ദേഹം ചില വാക്കുകൾ പറഞ്ഞു, നിങ്ങൾ മാഫിയ ഗ്രൂപ്പാണ്, അതിന്റെ പേരിലൊന്നും അദ്ദേഹത്തെ വിലക്കേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. അതുകൊണ്ട് എത്രയോ നല്ല സിനിമകളാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അങ്ങനെ അവിടുന്ന് സീരിയലിൽ അഭിനയിക്കാൻ പോയി, അദ്ദേഹത്തിന് അവിടെ അഭിനയിക്കാൻ പറ്റിയില്ല. ഞാൻ അന്നും ഈ പറഞ്ഞ ഞാൻ ബഹുമാനായ നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്നതാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്, തീർച്ചയായിട്ടും ഞാൻ ഇടപെടാം, സമയമായിട്ടില്ല അഭിനയം, ഒന്ന് ക്ഷമിക്കേ, ഞാൻ ഇടപെടുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ നേരത്തേക്ക് അദ്ദേഹം മരിച്ചു എന്നുള്ളതാണ് സത്യം. മറ്റൊരു കാര്യം, ഇതേ കാര്യം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും വന്നിട്ടുണ്ട്. അവിടെ ആത്മയുടെ പ്രസിഡന്റ് എന്നുള്ള ഒരു പേരും വന്നിട്ടുണ്ട്. ആത്മയുടെ പ്രസിഡന്റ് KB ഗണേഷ് കുമാറാണ്. അദ്ദേഹം ഇപ്പോൾ സംസ്ഥാന മന്ത്രിസഭയിൽ അംഗമാണ്. അപ്പോൾ ഇതെല്ലാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തുന്നതിനും പരാതിയില്ലാതെ കേസെടുക്കാൻ പറ്റില്ല എന്ന് വാദിക്കുന്നതിലും ഒക്കെ ഈ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ ശ്രീ വിനയൻ. തീർച്ചയായിട്ടും ഞാനത് കഴിഞ്ഞ ദിവസം പ്രസ് മീറ്റിൽ പറയുണ്ടായി. എന്റെ സുഹൃത്താണ് ഗണേഷ് കുമാർ, അദ്ദേഹം എന്റെ 2-3 പടത്തിൽ അഭിനയിച്ചിട്ടുള്ളതാണ്. പക്ഷെ ആത്മയ്ക്ക് ഒരു പ്രസിഡന്റേ ഉണ്ടായിട്ടുള്ളൂ, അത് ഗണേഷ് കുമാറാണ്. അപ്പൊ എനിക്കത് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യം കൂടാണ്. ഞാനിപ്പം പറയാത്ത ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനൊരു സത്യസന്ധമായിട്ട് കാര്യം ഞാൻ പറയാം. അതിനകത്ത് അദ്ദേഹത്തിന് തെറ്റ് പറ്റിയിട്ടുണ്ട് ഗണേഷ് കുമാറിന്. കാരണം തിലകൻ ചേട്ടൻ ഒരു സിനിമയെന്നൊക്കെ വിലക്കായി അദ്ദേഹം അപ്പൊ ഒരു ദിവസം എന്നോട് വിളിച്ചു പറയുന്നു, വിനയ വീട്ടിലുണ്ടോ എന്ന് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു ഉണ്ട്, ഞാൻ ചേർത്തലയായി, ഞാനൊരു പ്രൊഡ്യൂസറോട് ഒരു സീരിയൽ ചെയ്യാൻ പോണി, ഞാനൊരു പ്രൊഡ്യൂസറോട് വീട്ടിൽ വരാൻ പറഞ്ഞിട്ടുണ്ട്, വിനയന്റെ ബുദ്ധിമുട്ടാവോ? ഞാൻ അങ്ങനെയൊക്കെയാണല്ലോ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇല്ല ഏട്ടാ, വിനയനോട് ഉണ്ടാവുമോ? ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പം ഇവിടെ എറണാകുളത്ത് വെളിയിലാണ്, ഞാൻ ഇല്ലേലും പ്രശ്നമില്ല, വൈഫിനെ വിളിച്ച് പറയാൻ, ചേട്ടൻ അവിടെ ഇരുന്നിട്ട് പ്രൊഡ്യൂസർ ഇരുന്ന് സംസാരിച്ചോളൂ. ഇല്ല വിനയം വരണം. ഞാൻ വന്നു, അദ്ദേഹം വീട്ടിൽ വന്നു. ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ഇയാള് ഭയങ്കരമായിട്ട് തിലകൻ അടുത്ത് കരഞ്ഞു. തിലകൻ എന്താ ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞില്ല സാർ, എനിക്ക് സാറിനെ വെച്ച് അന്ന് തിലകൻ ചേട്ടൻ ഒരു സീരിയൽ വരിക എന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര റേറ്റിംഗ് കിട്ടുന്നതാണ്. തിലകൻ ചേട്ടന് നല്ല എമൗണ്ട് വേണ്ട ഒരു എപ്പിസോഡിന് കൊടുക്കാന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു ഞാനിക്ക് ചെയ്യാൻ പറ്റത്തില്ല സാർ, ഇങ്ങനെ അവിടെ ഒരു സംഘടന ഉണ്ട് ആത്മ. ഞാൻ എന്റെ കൺമുമ്പിൽ വെച്ച് ഞാൻ കേട്ട കാര്യമാണ്. ഞാനത് തിലകൻ ചേട്ടൻ ഭയങ്കര അദ്ദേഹം അങ്ങനെ കരയാറൊന്നുമില്ല, അദ്ദേഹത്തിന് കണ്ണ് കലക്കുന്ന ഞാൻ കണ്ടതാണ്. ഓടാ ഇറങ്ങി അവൻ്റെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞ ആ പയ്യൻ പോയി. അപ്പൊ അതായിരുന്നു ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ അത് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ സീരിയൽ അഭിനയിക്കാൻ പോകുമ്പം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗണേഷിന് അങ്ങനെ ചെറിയ കുഴപ്പങ്ങളുണ്ട്, എനിക്കറിയാം. കാരണം ഈ സരോവരത്തിൽ വെച്ച് 2008 മൈക്രാ ഫെഡറേഷനെ തകർത്തുകൊണ്ട് ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സും സൂപ്പർ സ്റ്റാറുകളും ഒക്കെ സ്പോൺസർ ചെയ്യുന്ന ഒരു പുതിയ സംഘടന ഉണ്ടായല്ലോ. ആ സംഘടന ഉണ്ടാക്കുന്നിടത്ത് പ്രസംഗിച്ച സൂപ്പർ താരങ്ങളുടെ കൂട്ടത്തിൽ ഗണേഷ് വളരെ ആവേശപൂർവ്വം പ്രസംഗിച്ചിരുന്നു. വിനയൻ എന്ന് പറയുന്ന ആളെ ഒഴിവാക്കിക്കൊണ്ടൊരു പുതിയ സംഘടന വരികയാണെങ്കിൽ മലയാള സിനിമ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതിനകത്ത് അദ്ദേഹവും ചിന്തിക്കേണ്ടതാണ്. അല്ല, ഞാൻ അദ്ദേഹത്തോടുള്ള ദേഷ്യവും കൊണ്ടൊന്നുമല്ല. എനിക്ക് എന്ത് ദേഷ്യമാണ്? മിടുക്കനായ ഒരു മിനിസ്റ്ററാണ് അദ്ദേഹം, പല കാര്യങ്ങൾക്കും സ്വതന്ത്രമായിട്ട് ചിന്തയൊക്കെ ഉള്ള ആളാണ്. എനിക്ക് റെസ്പെക്ട് ഉള്ള എന്റെ ഒരു സുഹൃത്താണ്. പക്ഷേ ഈ ഒരു തിലകൻ ചേട്ടന്റെ ഇഷ്യൂവിൽ തെറ്റ് പറ്റിയിട്ടുണ്ട്, സത്യമാണ്. അതുകൊണ്ട് ഞാനത് പറഞ്ഞതേ ഉള്ളൂ. ശരി, നന്ദി ശ്രീ വിനയൻ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന്. അഡ്വക്കേറ്റ് BN ഹസ്കർ, ഇന്ന് ഈ പുറത്തു വന്ന ഈ വിവരമുണ്ടല്ലോ,